സമയം നോക്കിയപ്പോൾ 10-10 മണി. റൂമിൽ നോക്കിയപ്പോൾ ഒരുത്തനെ കാണാനില്ല. അവനെ വെളി നോക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരുത്തൻ കുടിച്ചിട്ട് ഗെയിം കളിച്ചു കൊടുക്കണം. അപ്പം ബാക്കിയുള്ളവരെ നോക്കാന്ന് പറഞ്ഞു ഓരോ റൂമിലോട്ട് കയറാൻ എന്റെ പോയി. റൂമിലോട്ട് കയറിയപ്പോഴാണ് ചത്ത പോലെ കിടന്നോളണം എല്ലാം. ഒരുത്തനും ഒരു ബോധമില്ല. പിന്നെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും നേരത്തെ കാലത്ത് എനിക്ക് നമ്മളാണ്. അങ്ങനെ അവിടെ അടുത്ത റൂമിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇത് തന്നെ അവസ്ഥ. തലവഴി മൂടി കിടന്ന് കളർഫുൾ ആയിട്ട് കിടന്ന് ഉറങ്ങണം ഒരുത്തനെ നോക്കിയപ്പോൾ പാതി ഉറക്കത്തിരുന്ന് ഫോണിൽ കളിക്കുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ ഉറക്കം കളഞ്ഞ സൗണ്ട് എന്താ നോക്കാനായിട്ട് പുറത്തോട്ട് പോയി നോക്കാം. പോയി നോക്കിയപ്പോൾ സംഭവം എന്താ മനസ്സിലായി. ഹോസ്റ്റലിലെ ഫ്രണ്ട് നേരത്തെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പണിയാൻ വന്ന മെഷീൻ സൗണ്ട് ഉണ്ടാക്കി എന്റെ ഉറക്കം കളഞ്ഞു. കുറച്ചു ഇടിഞ്ഞിരുന്നു. ഈ കുഴി കിടക്കാറുണ്ട് എല്ലാത്തിനും. ഉച്ചയ്ക്ക് അവന്മാർ കഴിക്കാൻ പോയപ്പോൾ എന്നെ വിളിച്ചു. നമുക്ക് നോമ്പാണ് കഴിക്കണ്ടല്ലോ. അവൻ അവന്മാർ കൂടെ പോയിരുന്ന കമ്പനി എടുക്കാൻ പറഞ്ഞു. അവന്മാരോട് അങ്ങ് പോയി. കുറച്ച് നേരം കോഡിങ് ചെയ്യാന്ന് പറഞ്ഞു. കോഡിങ് ചെയ്യുന്നപ്പോൾ കറണ്ട് പോയി. പോയപ്പോൾ വൈഫൈ പോയി. അവനെ ചെക്കനോട് കുറച്ച് നേരം ബോൾ കളിക്കാൻ പറഞ്ഞു. അവൻ തട്ടിയിട്ട് ബോളിനെ നേരെ നമ്മൾ അടിച്ച് ടേബിളിന്റെ ഇടയിലോട്ട് ഇട്ട് കൊടുത്തു. മഴ ചാറിനുള്ള ഡൗട്ട് വന്ന് മണ്ടേ കയറി വേണം. മഴ ചെറുതായിട്ട് ചാറായിരുന്നു. മഴ പൊടിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ ഹോസ്റ്റലോട് താഴെ ഇറങ്ങിപ്പോയി. അപ്പോൾ ആണ് ഉടുമ്പ് വിജുവിന്റെ ശിങ്കിടിയായ മട്ടാഞ്ചേരി ആഷിക്ക് എന്തോ അഗാധമായിരുന്നു ആലോചിക്കുന്നത് കണ്ടത്. താഴെ ഇറങ്ങി വന്നപ്പോഴാണ് പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാതെ ഏതോ ഒരു ലോകത്തിരുന്ന് ഗെയിം കളിക്കുന്ന രണ്ടെണ്ണത്തിനെ കണ്ടത്. അപ്പോൾ ഇന്നത്തേക്കുള്ളത് കഴിഞ്ഞു. ബാക്കി നാളെ.